ഹലോ മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പേപ്പർ 1 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് പാർട്ട് 8 ആണ് കേട്ടോ. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട്. മക്കളതൊക്കെ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക. പല മക്കളും പേടിയാണെന്ന് കമൻറ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് എൻ്റെ കുട്ടികൾ പേടിക്കുന്നത്? പേടിക്കൊന്നും വേണ്ട കേട്ടോ. റിലാക്സ് ആവുക, പേടിക്കൊന്നും വേണ്ട. ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. എൻ്റെ കുട്ടികളെല്ലാവരും ജയിക്കും. എല്ലാവർക്കും ഉയർന്ന മാർക്ക് തന്നെ ഉണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യും കൂടി വേണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് മലയാളം. ഒന്നാമത്തെ ചോദ്യം, ശരിയായ പദം ഏത്? എ ആഹ്ലാദം, ബി സായാഹ്നം, സി ഉത്സവം, ഡി സംഭവം. ആൻസർ സി ആണ്, ഉത്സവം. 2, താഴെ നൽകിയിരിക്കുന്നവയിൽ പിരിച്ചെഴുതുമ്പോൾ കൂട്ടത്തിൽപ്പെടാത്ത കൂട്ടമേത്? കളിമേളം, കളിച്ചിരി, ഗോലിക്കളി. ബി തലപ്പന്ത്, പച്ചത്തത്ത, കുഴിപ്പന്ത്. സി കൊടിയിറങ്ങി, വടംവലി, കളിക്കളം. ഡി തടയിട്ടു, ഊഞ്ഞാലാട്ടം, തിരുവോണം. ആൻസർ സി. 3, കണക്ക് പറഞ്ഞാൽ കഞ്ഞിയില്ല എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഒരു പഴഞ്ചൊല്ലാണ് അല്ലേ? ഏതാണ് ആൻസർ? ആൻസർ സി ആണ്. കൃത്യമായി കാര്യങ്ങൾ പറയുന്നവൻ അവഗണന നേരിടുന്നു. 4, താഴെ നൽകിയ പ്രസ്താവനയും കാരണവും ശരിയായത് കണ്ടെത്തുക. പ്രസ്താവന, പട്ടാളക്കാരുടെ സേവനം രാജ്യത്തിന് മാത്രം ഒതുങ്ങുന്നതല്ല. കാരണം പ്രകൃതിക്ഷോഭം പോലുള്ള ദുരന്ത സമയത്ത് സഹായകമായി അവരുണ്ട്. ഇവിടെ രണ്ടും ശരിയാണ്. പ്രസ്താവനയും കാരണവും ശരിയാണ്. ആൻസർ ഡി. താഴെ പറയുന്നവയിൽ അകാരാദിക്രമത്തിൽ എഴുതിയ കൂട്ടം ഏത്? ആൻസർ സി ആണ്. ആഘോഷം, ആനന്ദം, ആപത്ത്, ആശ്വാസം. 6, മാതൃക പോലെ താഴെ നൽകിയ വാക്കിനെ മാറ്റി എഴുതിയാൽ. മാതൃക, വെള്ളിത്തൂട്ട്, വെള്ളി കൊണ്ടുള്ള തുട്ട്. വെള്ളി വെളിച്ചം. ആൻസർ ബി ആണ്, വെള്ളി പോലുള്ള വെളിച്ചം. 7, താഴെ നൽകിയ വാക്യങ്ങളിൽ ശരിയായ ചിഹ്നം ചേർത്തതേത്? എ എന്തൊരു ചന്തമുള്ള പൂന്തോട്ടം, എനിക്കൊരു പൂ തരുമോ? ദിയ ചോദിച്ചു. ശരിയാണ്. ഇനി സി ഓട്ടം, ചാട്ടം, കസേരക്കളി എന്നിവയ്ക്കു ഞാനുണ്ട്. ദിയ ഉറപ്പിച്ചു പറഞ്ഞു. സിയും ശരിയാണ്. ഓപ്ഷൻ 4. 8, സമാന താളത്തിലുള്ള വായ്ത്താരികൾ ഏത്? ആൻസർ എ, ബി, ഡി. ആൻസർ ഓപ്ഷൻ 3. 9, എല്ലാവരും ഇന്നു തന്നെ പേര് നൽകണം, എന്നാൽ 90-ാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ ഒഴിവാക്കണം. അടിവരയിട്ട പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ആൻസർ ഓപ്ഷൻ എ, അവസാന നിമിഷത്തിലെ തിരക്ക് കൂട്ടൽ. 10, തെറ്റായ ജോഡി ഏത്? എ അല്ലൽ, ദുഃഖം. ഇത് ശരിയാണ്. പാരി, ലോകം. അതും ശരിയാണ്. ആഴി, കടൽ. അതും ശരിയാണ്. ഡി ആന്തൽ, ശരീരം. ഇത് തെറ്റാണ്. ആൻസർ ഡി ആണ്. ഇനി ഇംഗ്ലീഷ്. 11, വിച്ച് ഈസ് ദ റോങ് പെയർ? സ്ലൈസ്, സ്ലൈസ്ഡ്. ബി ക്രംബിൾ, ക്രംബിൾഡ്. സി ഇറിറ്റേറ്റ്, ഇറിറ്റേറ്റഡ്. ഡി നോ, നോഡ്. ഏതാണ് ആൻസർ? നോ, നോഡ്. ഡി ആണല്ലേ. 2, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടീം വർക്ക്? താഴെ പറയുന്നവയിൽ ഏതാണ് ടീം വർക്കിൻ്റെ പ്രാധാന്യവുമായി ബന്ധമില്ലാത്തത്? യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫാൾ. ഐക്യത്തോടെ നാം നിൽക്കുന്നു, ഭിന്നിച്ചാൽ നാം വീഴുന്നു. ബി മെനി ഹാൻഡ്സ് മേക്ക് ലൈറ്റ് വർക്ക്. ഒരുപാട് ആളുകൾ ലഘുവായ ജോലി ചെയ്യുന്നു. സി എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് ഈസ് ഹാർഡ് ടു ബ്രേക്ക്. ഒരു ബണ്ടിൽ സ്റ്റിക്സ്, അതായത് ഒരു കെട്ട് വടികൾ പൊട്ടിക്കാൻ പ്രയാസമാണ്. ഡി സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ്. സാവധാനവും സ്ഥിരതയും ഓട്ടത്തിൽ വിജയിക്കുന്നു. ആൻസർ ഡി ആണ്. ശരിയല്ലാത്തതാ ചോദിച്ചിട്ടുള്ളത് അല്ലേ. 13, റീ അറേഞ്ച്ഡ് ലെറ്റേഴ്സ് ആസ് എ മീനിങ് വേർഡ്. IENKSPLR. ഈ വേർഡ് സ്പ്രിങ്കിൾ ആണ്. ആൻസർ ഓപ്ഷൻ സി. സ്പ്രിങ്കിൾ എന്നാൽ തളിക്കുക. 14, ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ടേക്കൺ ഫ്രം ദ സ്റ്റോറി ദ കളർഫുൾ ട്രഷർ. വിച്ച് എമംഗ് ദം ആർ കറക്റ്റ്?
കളർഫുൾ ട്രഷർ എന്ന പാഠഭാഗത്തിലെ താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1. ദ ചിൽഡ്രൻ ലിവ്ഡ് ക്ലോസ് എ ഗാർബേജ് ടംപ്. കുട്ടികൾ ആ ഗാർബേജ് ടമ്പിൻ്റെ അടുത്താണ്, മാലിന്യ കൂമ്പാരത്തിൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്. അത് ശരിയാണ്. ദേ വെൻറ്റ് ടു സ്കൂൾ ഡെയിലി. അവർ ദിവസവും സ്കൂളിൽ പോയിരുന്നു. അത് തെറ്റാണ്. 3. ദേ ഇറിറ്റേറ്റഡ് അതർ ചിൽഡ്രൻ റീഡിങ്. അവർ മറ്റു കുട്ടികളെ അനുകരിച്ച് വായിക്കുന്നു. ശരിയാണ്. 4. ദ ചിൽഡ്രൻ ഇൻ ദ ബസ് വോൺ ക്ലീൻ ആൻഡ് അയൺ യൂണിഫോം. അതും ശരിയാണ്. ബസ്സിലെ കുട്ടികൾ ക്ലീനും വൃത്തിയും ഇസ്തിരിയിട്ടതുമായ യൂണിഫോം ധരിച്ചിരുന്നു. ശരിയാണല്ലേ? ആൻസർ ഇവിടെ ഏതൊക്കെയാണ്? 1, 3, 4. ഓപ്ഷൻ സി. 5. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ കറക്റ്റ്? 1. ഷീ ഈസ് റീഡിങ് എ ഫേമസ് ബുക്ക്. അവൾ ഒരു പ്രശസ്തമായ പുസ്തകം വായിക്കുകയാണ്. അത് ശരിയാണ്. ഷീ റീഡ്സ് ബുക്ക് എവരി ഡേ. അവൾ എല്ലാ ദിവസവും പുസ്തകങ്ങൾ വായിക്കുന്നു. അതും ശരിയാണ്. 3. ഷീ റീഡ് എ ബുക്ക് യെസ്റ്റർഡേ. അവൾ ഇന്നലെ ഒരു പുസ്തകം വായിച്ചു. അതും ശരിയാണ്. 4. ഷീ ഹാവ് റീഡ് എ ഫേമസ് ബുക്ക്. ഇത് തെറ്റാണ്. ആൻസർ 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ സി. 16. ദ ട്രാവൽ വാസ് എക്സോസ്റ്റഡ് ആൻഡ് ഹാംഗ്രി. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ മീനിങ് ഓഫ് ദ വേർഡ്സ് എക്സോസ്റ്റഡ്? യാത്രക്കാരൻ വിശക്കുന്നവനും ക്ഷീണിതനുമായിരുന്നു. ക്ഷീണിതൻ എന്നതിന് സമാന പദമല്ലാത്തത് ഏതാണ്? എക്സോസ്റ്റഡ് മീൻസ് ക്ഷീണിതൻ. ആൻസർ ബി ആണ്, വെറ്റ്. 17. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്സ്? ഇവിടെ സ്പെൽറ്റ് വേർഡ് തന്നിട്ടുള്ളത് കൺസോൾ ആൻഡ് ബ്രേവറി. 2ഉം 4ഉം. ആൻസർ ബി ആണ്. 2 and 4 ആർ കറക്റ്റ്. 18. അറേഞ്ച് ദ ഫോളോവിങ് ഇവൻറ്റ്സ് ഓഫ് സ്റ്റോറി ദ സ്റ്റോൺ സൂപ്പ് ഇൻ കറക്റ്റ് ഓർഡർ. സ്റ്റോൺ സൂപ്പ് സ്റ്റോറിയിലെ സംഭവങ്ങളെ കറക്റ്റ് ഓർഡർ നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം? നമുക്ക് ചോദ്യങ്ങളും ഓപ്ഷൻസൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യണം കേട്ടോ. ഇവിടെ ഫസ്റ്റ് വരുന്നത് 3 ആണ്. ദ ട്രാവലർ പിക്ക്ഡ് അപ്പ് എ റൗണ്ട് സ്റ്റോൺ ഫ്രം ഹിസ് ബാഗ്. രണ്ടാമത് വരുന്നത് 1. ദ ഓൾഡ് വുമൺ ആഡഡ് സം സാൾട്ട് ആൻഡ് പെപ്പർ ഇൻ ടു ദ പോട്ട്. 5. ദ വില്ലേജേഴ്സ് ആഡഡ് ടേണിംഗ്സ് ആൻഡ് ബീൻസ് ഇൻ ടു ദ പോട്ട്. നെക്സ്റ്റ് 2. ദ യങ് ലേഡി ചോപ്പ്ഡ് ദ ക്യാരറ്റ് ആൻഡ് ആഡഡ് ദം ടു ദ സൂപ്പ്. 4. ദ ഓൾഡ് ഫാർമർ കട്ട് ദ ചിക്കൻ ആൻഡ് പുട്ട് ഇൻ ടു ദ പോട്ട്. ആൻസർ ഓപ്ഷൻ ബി. 19. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ നെയിമിംഗ് വേർഡ്സ്? നെയിമിംഗ് വേർഡ്സ്, ആക്ഷൻ വേർഡ്സ്, ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഒക്കെ പഠിക്കണം കേട്ടോ. ഇവിടെ നെയിമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? ഇസാക്ക്, ട്രഷർ, റെയിൻബോ. ആൻസർ ബി. 20. സീസഡ് മീൻസ്? സീസഡ് എന്നാൽ സ്റ്റോപ്പ്, അതായത് നിർത്തി എന്നാണ് അർത്ഥം. ആൻസർ ഹാൾട്ടഡ്, സ്റ്റോപ്പ്ഡ്, എൻഡഡ്. 1ഉം 2ഉം 3ഉം കറക്റ്റാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 21. ഒരു സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം ഇരട്ടിയാക്കിയാൽ ചുറ്റളവിന് എന്ത് മാറ്റം സംഭവിക്കും? ആൻസർ ബി ആണ്, ചുറ്റളവ് ഇരട്ടിയാകും. 22. 9 കിലോമീറ്റർ 825 മീറ്റർ എന്നതിൽ തെറ്റായ ജോഡി കണ്ടുപിടിക്കുക. 9 കിലോമീറ്റർ എന്നാൽ 9000 മീറ്റർ. 9 കിലോമീറ്റർ എന്നതിനെ നമുക്ക് മീറ്റർ ആക്കാം. 9000 മീറ്റർ. 9000 പ്ലസ് 825 സമം 9825. ഇവിടെ നൽകിയിട്ടുള്ളതിലെ ഓപ്ഷൻ ഒന്ന് വായിക്കാം. 9825 മീറ്റർ ശരിയാണ്. 98 മീറ്റർ 25 സെൻറ്റിമീറ്റർ അത് ശരിയല്ല. 9000 മീറ്റർ 82500 സെൻറ്റിമീറ്റർ അത് ശരിയാണ്. ഡി 9 മീറ്റർ 8 സെൻറ്റിമീറ്റർ 25 മില്ലിമീറ്റർ അത് ശരിയല്ല. തെറ്റായ ജോഡി ചോദിച്ചിട്ടുള്ളത് ആൻസർ ബിയും ഡിയുമാണ്, ഓപ്ഷൻ 2. 23. 4 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയോട് 1 കൂട്ടിയാൽ ലഭിക്കുന്ന സംഖ്യ ഏത്? 4 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ 9999. 1 കൂട്ടിയാൽ 10000 കിട്ടും. ഏറ്റവും വലിയ 5 അക്ക സംഖ്യ കിട്ടും. ഇനി ഓപ്ഷൻ വായിക്കുക. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ, ഏറ്റവും വലിയ 5 അക്ക സംഖ്യ. ആൻസർ ബി ആണ്, ഏറ്റവും വലിയ 5 അക്ക സംഖ്യ. 24. രാഹുൽ രാവിലെ 8:45 പഠിക്കാനിരുന്നു. 10:15 പഠനം അവസാനിപ്പിച്ചു. എങ്കിൽ അവൻ എത്ര സമയം പഠിച്ചു?
8:45 മുതൽ 9:45 വരെ 1 മണിക്കൂർ. ബാക്കിയുള്ള 2:15 മിനിറ്റ് 15 + 15 30. 1 മണിക്കൂറും 30 മിനിറ്റും. ആൻസർ എ ആണ്. 25. ഒരു കാർ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ 15 മിനിറ്റിൽ ആ കാർ എത്ര ദൂരം സഞ്ചരിക്കും? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 1 മണിക്കൂറിൽ എത്ര 15 മിനിറ്റ് ഉണ്ട്? 4 അല്ലേ? 4 15 ആണ് 60. 4നെ 60 കിലോമീറ്റർ കൊണ്ട് ഹരിക്കുക. 60 ഹരിക്കണം 4 15. ആൻസർ 15 കിലോമീറ്റർ. ഓപ്ഷൻ ഡി. 25. 1/2 കിലോഗ്രാം പഞ്ചസാരയും 250 ഗ്രാം ചായപ്പൊടിയും വാങ്ങിയാൽ ആകെ ഭാരം എത്ര ഗ്രാമാണ്? 1/2 കിലോഗ്രാം എന്നത് 500 ഗ്രാം. 500 + 250 ഗ്രാം = 750. ആൻസർ ഓപ്ഷൻ എ 750 ഗ്രാം. 27. താഴെ തന്നിട്ടുള്ളവയിൽ ഒരു ചതുരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? 1. ചതുരത്തിന് 4 വശങ്ങളുണ്ട്. അത് ശരിയാണ്. 2. എല്ലാ ചതുരങ്ങളും സമചതുരങ്ങളാണ്. അത് ശരിയല്ല. എല്ലാ സമചതുരങ്ങളും ചതുരങ്ങളാണ്. 3. ചതുരത്തിൻ്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. ശരിയാണ്. ചതുരത്തിന് 4 മൂലകളുണ്ട്. അതും ശരിയാണ്. ശരിയായതിന് കുഞ്ഞൊരു ടിക്ക് ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഏതൊക്കെയാണ് ആൻസർ? 1, 3, 4 ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ. 28. ഒരു വർഷത്തിലെ ആഗസ്റ്റ് 15 ബുധനാഴ്ചയാണെങ്കിൽ ആ വർഷത്തെ ഒക്ടോബർ 2 ഏത് ദിവസമായിരിക്കും? 15 ബുധൻ. അടുത്ത ബുധൻ അതിലൂടെ 7 കൂട്ടുക 22. അത് കഴിഞ്ഞുള്ള ബുധൻ 29. 29 ബുധൻ, 30 വ്യാഴം, 31 വെള്ളി. 31 മാസമാണല്ലോ അല്ലേ? 31 വെള്ളി, 1-ാം തീയതി ശനി. 1 ശനിയാണെങ്കിൽ 29 ശനി. 1ഉം 29ഉം ഒരേ ദിവസമായിരിക്കും. 2ഉം 30 ഒരേ ദിവസം. 3ഉം 31 ഒരേ ദിവസം. 30 ഞായർ. സെപ്റ്റംബറിൽ 31 ഇല്ല. അടുത്ത 1-ാം തീയതി തിങ്കൾ. 2 ചൊവ്വ. ആൻസർ ചൊവ്വയായിരിക്കും. ഓപ്ഷൻ ഡി ചൊവ്വ. മക്കളെ, കലണ്ടർ ട്രിക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള 2 വീഡിയോ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക. മക്കൾ അതും കൂടി ഒന്ന് പോയി കാണണം കേട്ടോ. കലണ്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ദിവസങ്ങൾ കൂട്ടി, ഓരോ ആഴ്ചകൾ കൂട്ടി പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ കലണ്ടർ ട്രിക്സ് ഉണ്ട്. അത് നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചിരിക്കണം. 29. ഒരാൾ 4 കിലോമീറ്റർ ദൂരം നടക്കാൻ 1 മണിക്കൂർ എടുക്കുന്നു എങ്കിൽ 10 കിലോമീറ്റർ നടക്കാൻ അയാൾക്ക് എത്ര സമയം വേണം? 4 കിലോമീറ്ററാണ് നടക്കുന്നത്. 1 കിലോമീറ്റർ നടക്കാൻ എത്ര സമയം വേണം? 60 ഹരിക്കണം 4. ആൻസർ 15. 15 മിനിറ്റാണ് 1 മണിക്കൂർ നടക്കുന്ന സമയം. 15 ഗുണിക്കണം 10 ചെയ്താൽ 150 കിട്ടും. 150 എന്നാൽ 2 മണിക്കൂറും 30 മിനിറ്റും. ആൻസർ ഓപ്ഷൻ ഡി. മക്കൾക്ക് ഇത് മനക്കണക്കും ചെയ്യാം കേട്ടോ. 1 മണിക്കൂറിൽ 4 കിലോമീറ്റർ ആണെങ്കിൽ 2 മണിക്കൂറിൽ 8 കിലോമീറ്റർ. ബാക്കി 2 കിലോമീറ്റർ ബാക്കിയുണ്ട്. അതിൽ 1 മണിക്കൂറിൻ്റെ പകുതി, അതായത് 30 മിനിറ്റ്. 2 കിലോമീറ്ററും 30 മിനിറ്റും. 30. അളവുകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കൂ. 1000 മില്ലിമീറ്റർ ചേർന്നാൽ 1 മീറ്റർ ലഭിക്കും. 2. 1 കിലോമീറ്റർ 100 സെൻറ്റിമീറ്റർ ആണുള്ളത്. അത് തെറ്റാണ്. 3. 5 മില്ലിമീറ്റർ എന്നത് 500 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. അത് ശരിയാണ്. 4. 1 സെൻറ്റിമീറ്റർ എന്നാൽ 100 മില്ലിമീറ്ററാണ്. അത് തെറ്റാണ്. 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ എ. EVS 31. ഉപ്പ് സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നും ആരംഭിച്ചു. ശരിയാണ്. 2. കെ കേളപ്പൻ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. അതും ശരിയാണ്. 3. അരുണ ആസിഫ് അലി ഉപ്പ് സത്യാഗ്രഹ സമര നായിക എന്നറിയപ്പെട്ടു. അത് തെറ്റാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ് അരുണ ആസിഫ് അലി. 4. ഗാന്ധിജിയോടൊപ്പം സരോജിനി നായിഡുവും സമരത്തിന് നേതൃത്വം നൽകി. അത് ശരിയാണ്. ആൻസർ 1, 2, 4. ഓപ്ഷൻ ഡി. 32. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായതാ ചോദിച്ചിട്ടുള്ളത്. ശരിയായതിന് നമുക്ക് ടിക്കിടാം. 1. വയൽ നികത്തുന്നത് മൂലം പ്രളയ സാധ്യത കൂടുതലാണ്. അത് ശരിയാണ്. 2. കരിയിലകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് പരിസ്ഥിതിക്ക് ദോഷകരമാണ്. അതും ശരിയാണ്. 3. പ്ലാസ്റ്റിക് മണ്ണിൽ ചേരുന്നത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അത് തെറ്റാണ്. 4. കാട്ടുതീ വായു മലിനീകരണത്തിന് കാരണമാകുന്നില്ല. അതും തെറ്റാണ്.
തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത് 3ഉം 4ഉം. ആൻസർ ഓപ്ഷൻ ഡി. 33. നിറയെ ജലമുള്ള ബീക്കറിലേക്ക് കല്ലിടുമ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ കാരണം എന്താണ്? എ. ബീക്കറിന് ദ്വാരമുള്ളതുകൊണ്ട്. ബി. കല്ലിന് ജലത്തെ ഒഴുക്കിക്കളയാൻ ശേഷിയുണ്ട്. സി. കല്ലിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായതിനാൽ ജലത്തെ ഒഴിപ്പിക്കുന്നു. ഡി. ജലത്തിന് ഭാരം ഇല്ലാത്തത് കൊണ്ട്. ആൻസർ സി ആണ്. കല്ലിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണല്ലേ? എല്ലാ വസ്തുക്കൾക്കും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. എന്നാൽ താഴെ നൽകിയിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? 1. മഹാരാഷ്ട്ര മുംബൈ. 2. പഞ്ചാബ് റാഞ്ചി. 3. പശ്ചിമ ബംഗാൾ കൊൽക്കത്ത. ഗോവ ചെന്നൈ. പ്രത്യേകം ശ്രദ്ധിക്കണം, തെറ്റായ ജോഡി ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ ആൻസർ 2ഉം 4ഉം ആണ്. ഓപ്ഷൻ ബി. 35. പൗർണമി ദിനത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ സ്ഥാനം യഥാക്രമം ചിത്രീകരിച്ചാൽ ശരിയേത്? ആൻസർ സി ആണ്. ഭൂമി നടുവിൽ. 36. സാധാരണ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏത്? ആൻസർ എ ആണ്, മെർക്കുറി. 37. താഴെ തന്നിരിക്കുന്നവയിൽ സംഗീത കലയുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? 1. മോയിൻകുട്ടി വൈദ്യർ. സ്വാതി തിരുനാൾ. ആൻസർ 1ഉം 3ഉം. ഓപ്ഷൻ ഡി. 38. കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷി ഏത്? ആൻസർ ബി. മലമുഴക്കി വേഴാമ്പൽ. 39. അനുകൂലനവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? 1. ത്വക്കിനടിയിലെ ശൽക്കങ്ങൾ തവള, തെറ്റാണ്. ചർമ്മബന്ധിതമായ വിരലുകൾ താറാവ്, ശരിയാണ്. 3. മൂക്കിലൂടെ വെള്ളം കുടിക്കുന്നു ആമ, തെറ്റാണ്. 4. നീണ്ടു വളഞ്ഞ കുഴൽ ആകൃതിയിലുള്ള കൊക്ക് തേൻകുരുവി, അത് ശരിയാണ്. തെറ്റായ ജോഡിയാണ് 1ഉം 3ഉം. ആൻസർ എ. വടക്കു നോക്കി യന്ത്രം കാന്തസൂചിയുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? സൂചി എപ്പോഴും വടക്ക് തെക്കായി നിൽക്കുന്നു. സൂചി എപ്പോഴും വടക്ക് കിഴക്കായി നിൽക്കുന്നു. സൂചി എപ്പോഴും കിഴക്ക് പടിഞ്ഞാറായി നിൽക്കുന്നു. സൂചി എപ്പോഴും തെക്ക് വടക്കായി നിൽക്കുന്നു. ആൻസർ എ. സൂചി എപ്പോഴും വടക്ക് തെക്കായി നിൽക്കുന്നു. 41. GK ക്വസ്റ്റ്യൻസ് ആണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായവ കണ്ടെത്തുക. 1. ചക്കയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം, ശരിയാണ്. താമരയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം, തെറ്റാണ്. മയിലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി, അതും തെറ്റാണ്. തെങ്ങാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം, ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി. 1ഉം 4ഉം ശരിയാണ്. 42. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1. ഉപ്പു സത്യാഗ്രഹം ദണ്ഡിയാത്ര എന്നും അറിയപ്പെടുന്നു. 2. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നൽകിയത് ഗാന്ധിജിയാണ്. 3. ആനി ബസന്റ് ഇന്ത്യയുടെ നൈറ്റിംഗേൾ എന്നറിയപ്പെടുന്നു. ഇവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 3 ആണ് തെറ്റ്, ഓപ്ഷൻ സി. 43. റോമൻ അക്കങ്ങളെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. GCompress. 44. കേരളത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏതാണ്? ആൻസർ ബി. എഴുത്തച്ഛൻ പുരസ്കാരം. 45. കേരള നിയമസഭ നടപ്പാക്കിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതി ഏതാണ്? ആൻസർ ബി. നേർവഴി. 46. ദേശീയ ശാസ്ത്ര ദിനം എന്ന്? ആൻസർ എ. ഫെബ്രുവരി 28. 47. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. 3. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. 4. ഒട്ടകപ്പക്ഷിയുടെ ഓരോ കാലിലും 5 വിരലുകൾ വീതമുണ്ട്. ഇവിടെ 1ഉം 3ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി. 48. കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? 1956 നവംബർ 1. ആൻസർ ഓപ്ഷൻ ഡി. 49. ഏത് വില്ലേജ് കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായത്? ആൻസർ സി ആണ്, ഇടമലക്കുടി. 50. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ജസ്റ്റിസ് സൂര്യകാന്ത്. ആൻസർ ഓപ്ഷൻ എ. കേരളത്തിലെ ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? മക്കളെ,
കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലൊന്ന് നൽകുക. മക്കൾ അതും കൂടി പോയി കാണണം കേട്ടോ. മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് നേടാനാവട്ടെ.